വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർദ്ധവാർഷിക പരീക്ഷ 2025-26 അധ്യയന വർഷത്തിൽ ഒന്നിന് നടക്കാൻ പോകുന്ന തഫ്ഹീം പരീക്ഷയുടെ ഒരു മോഡൽ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. തഫ്ഹീമിൻ്റെ കിതാബത്ത്, അതായത് എഴുത്തു പരീക്ഷയാണ് നോക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആക്ടിവിറ്റികൾ വരാം, എങ്ങനെ നേരിടാം എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മുമ്പത്തെ വീഡിയോകളൊക്കെ ഒന്ന് പോയി കാണാം. അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവും ചാനലിൽ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നിൽ തഫീൻ്റെ പേപ്പർ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് വിട്ടു കൊടുക്കുക. ആദ്യ പ്രവർത്തനം വിട്ട അക്ഷരങ്ങൾ എഴുതാം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ചിത്രത്തിൻ്റെ താഴെയും വാക്കിലെ ഒന്നാമത്തെ അക്ഷരങ്ങളെല്ലാം വിട്ടുപോയിട്ടുണ്ട്. അതിലോരോന്നായിട്ട് നമുക്ക് എഴുതിയെടുക്കാം. ഒന്നാമത്തെ ചിത്രം ഡോക്ടറാണ് അല്ലേ. ഡോക്ടർക്ക് നമ്മൾ അറബിയിൽ പറയാം ത്വബീബുൻ എന്നാണ്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൽ വിട്ടുപോയ അക്ഷരം ഏതാണ്? ത്വ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ത്വബീബുൻ, ആ ത്വ എന്ന് എഴുതി കൊടുക്കുക. ത്വബീബുൻ, ഇവിടെ ത്വബീബുൻ. അപ്പോൾ അത് ഫില്ലായി. രണ്ടാമത്തേത് ഇവിടെ കണ്ടോ, എന്താണത്? ഒരു കാളനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറബിയിൽ അതിനെന്ത് പറയാം? സൗറുൻ എന്ന് പറയാം. സൗറുൻ. അപ്പോൾ നമുക്ക് നേരെ സ എന്ന് എഴുതി കൊടുക്കുക. സൗറുൻ കാള. അപ്പോൾ നമ്മൾ സ എഴുതി കൊടുത്തു. ഇനി തൊട്ടടുത്ത ചിത്രം കയറാണ് അല്ലേ. നമ്മൾ കാളയനൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് കയർ. കയറിന് നമ്മൾ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു പാഠത്തിൽ. തുടക്കത്തിലുള്ള അക്ഷരം ഏതാണത്? ഹ. ഹബുലുൻ. ഹ ഉണ്ടോ? ഹബുലുൻ, കയർ. വിട്ടുപോയ അക്ഷരം ഹ എന്നായിരുന്നു. അത് നമ്മൾ എഴുതി കൊടുത്തു. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹ എന്നുള്ളത് തുടക്കത്തിൽ ഈ രൂപത്തിൽ എഴുതരുത്. മറിച്ച് നമ്മൾ ഹാഫായിട്ട് വരുന്ന എഴുതി കേട്ടോ, പകുതി. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി കൊടുക്കേണ്ടത്. ഇനി അവസാനത്തിൽ കാണാം ഡേഷ് റാഫത്തുൻ. അവിടെ വിട്ടുപോയത് ഏതാണ്? സറാഫത്തുൻ, ജിറാഫ്, സറാഫത്തുൻ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം ഫില്ലായി. ഇതേപോലെ വേറെ ചിത്രങ്ങളൊക്കെ ആയിരിക്കാം പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ അതിൽ വിട്ടുപോയ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതാം. ഇവിടെ 3 ചിത്രം കാണാം. ഈ 3 ചിത്രങ്ങൾക്കുള്ള അറബിയുടെ പേര് നമ്മൾ തഫ്ഹീമിൽ പഠിച്ചിട്ടുണ്ട്, 1ഉം 2ഉം ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ അതിന് ഓരോന്നിനും എന്തൊക്കെയാണ് പേര് എന്ന് എഴുതി കൊടുക്കുക താഴെ. നമ്മളെല്ലാ അക്ഷരവും പഠിച്ചിട്ടുണ്ട് അതിൽ ഓരോന്നും. അപ്പോൾ അത് ഓരോന്നും എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. അതിലൊന്നാമത്തെ അക്ഷരമാണ് സ. സമക്കുൻ. സമക്കുൻ വാക്ക് കിട്ടി. സമക്കുൻ എന്താണ്? മത്സ്യം. സമക്കുൻ, ശബ്ദം വേണ്ട, സമക്കുൻ. ഇനിയോ ഇവിടെ കാണാം, എന്താണ് പഴം? ഏത് പഴമാണ്? സ്ട്രോബെറി അല്ലേ. സ്ട്രോബെറിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അതിന് പറയുന്ന പേര് എഴുതി കൊടുക്കാം. എന്താണ് സ്ട്രോബെറിക്ക് നമ്മൾ അറബിയിൽ പഠിച്ചത്? ഷലീകുൻ. ഷലീകുൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എഴുതി കൊടുത്തു. അവസാനത്തിൽ നമ്മൾ തഫ്ഹീം 1ാം ഭാഗത്തിലാണ് പഠിച്ചത്. എന്താണ് പൂവിന് പറയാം? പനിനീർപ്പൂ. വർദുൻ. ഓക്കെ, ഇതേപോലെ എല്ലാ പാഠഭാഗത്തിലും ഹെഡിങ് ആയിട്ട് വരുന്ന ഏത് പാഠമാണോ
ആ ചിത്രവുമായി ബന്ധപ്പെട്ട വാക്ക് വരുന്നു, അത് എന്ത് ചെയ്യണം, നിർബന്ധമായും ഇതുപോലെ പഠിച്ചിരിക്കണം. ഇങ്ങനെ ഏത് വന്നാലും ചിലപ്പോൾ എഴുതേണ്ടി വരും. ഇനി തൊട്ട് താഴെയുള്ള മൂന്നാമത്തെ പ്രവർത്തനം നോക്കി എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ വാക്ക് കബ് കബുൻ എന്നാണ്. കബ് കബുൻ. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 കാഫും ഉണ്ട്, 2 ബാവും ഉണ്ട്. അത് നന്നായി ശ്രദ്ധിക്കണം. കാഫ് 1, കാഫ് 2. അതുപോലെ തന്നെയാണ് ബാവും 2 വരുന്നുണ്ട്. അതിൻ്റെ ഓരോ ഹറക്കത്തുകളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. എഴുതിയ ശേഷം എന്ത് ചെയ്യുക, ഒരക്ഷരത്തിന് മുകളിൽ ഫതഹ് ഇട്ടിട്ടുണ്ടോ, കെസ്ർ ഇട്ടിട്ടുണ്ടോ, ലൊമ്മനല്ലേ, സുക്കൂൻ ഇട്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കണം. രണ്ടാമത്തത് ലുബ് ലുബ്. ലുബ് ലുബ്. ഇതിൽ 2 ലാമുണ്ട്, 2 ബാവുണ്ട്. കണ്ടില്ലേ? ഇത് പ്രകാരം നമ്മൾ എഴുതുമ്പോൾ ഹറക്കത്തുകൾ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അവസാന പ്രവർത്തനം നിറം നൽകാം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രവർത്തനം ഇതുപോലെ വരാം, നിറം നൽകുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യണം, നിറം കൊടുക്കുക. കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിറം കൊടുക്കണം, പുറത്തേക്ക് പോവാത്ത രീതിയിൽ. അതോടുകൂടെ ഹറക്കത്തുകൾക്കും കൊടുക്കണം, പുള്ളികൾക്കും ഹറക്കത്തിനൊക്കെ എന്ത് ചെയ്യണം, നിറം നൽകണം. നല്ലത് ഒറ്റ നിറം തന്നെയാണ് എല്ലാത്തിനും കൊടുക്കൽ നല്ലത് കേട്ടോ. ഇതും അതുപോലെ മറ്റൊരു നിറത്തിൽ കൊടുക്കാം. ദർബുൻ. നല്ലതൊരു മഞ്ഞ എന്ന നിറമാണ് ഇതിനൊക്കെ നല്ലത്. ബൈത്തുൻ എന്നതിനുമാണെങ്കിൽ ഒരു കാപ്പി കളറൊക്കെ കുറച്ചുകൂടെ ഒരു മാച്ചാണ്. അപ്പോൾ നിർബന്ധമായും പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവരുടെ കൈകളിൽ പെൻസില്, പേന, മായ്ക്ക റബ്ബർ, കളർ ഇതൊക്കെ കൊടുത്ത് വിട്ടിരിക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇതുപോലെ കളർ കൊടുക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം, നമുക്ക് കളർ വേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.